നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. താനൂരിൽ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. താനൂർ ഹാർബറിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുറ്റിപ്പുറം ഉപജില്ല റോവർ ആൻഡ് റേഞ്ചർ അന്താരാഷ്ട്ര സ്കൗട്ട് ദിനം ആദരിച്ചു. ആദ്യ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിന്റെ ഓർമ്മകൾ പങ്കുവെച്ചാണ് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ളവർ വിവിധ വർണ്ണങ്ങളിലുള്ള സ്കാർഫുകൾ ധരിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡൻസിന്റെ ഭാഗമായത്. ഒഴൂർ താനാളൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ പന്നികൾ കൂട്ടമായി എത്തി കൃഷിയിടങ്ങളിലെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായി പരാതി. ഒഴൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല അയ്യായ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പന്നിക്കൂട്ടങ്ങളുടെ ഉപദ്രവം പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ഓണക്കാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി പറയുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75ഉം ശരീരഭാഗങ്ങൾ 142ഉമായി. ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അടുത്ത അധ്യയന വർഷത്തിൽ 10 ക്ലാസ് മുറികളിലായി പഠനം ആരംഭിക്കാൻ കഴിയുമെന്നും അതിനു കഴിയുന്ന തരത്തിലാണ് താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി പദ്ധതി പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. 2005 മുതൽ കുറുക്കോൾ പ്രദേശം കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ന്യൂ സ്റ്റാർ ക്ലബിന്റെ പുതിയ കെട്ടിടത്തിലേക്കുള്ള ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാഥ് മുഖ്യാതിഥിയായി. അരിക്കാഞ്ചിറയിൽ റോഡരികിലെ അക്വേഷ്യ മരം ഇലക്ട്രിക് ലൈനിലേക്ക് മറിഞ്ഞു വീണ് അപകടം. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴേക്ക് വീഴാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് വിമൻ ആൻഡ് ചൈൽഡ് സെന്റർ വനിതകൾക്ക് 50% സബ്സിഡി നിരക്കിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിർവഹിച്ചു. തിരൂർ താഴെപ്പാലത്തെ ATM കൗണ്ടർ തകർത്ത് മോഷണശ്രമം നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധന നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വയനാട് ദുരന്തത്തെ തുടർന്ന് SDPI വളണ്ടിയർമാർ മലയും പുഴയും താണ്ടി നടത്തിയ പ്രവർത്തനം പ്രശംസനീയമാകുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂരിലെ പോത്തുകലിൽ കൺട്രോൾ റൂം തുറന്നുകൊണ്ടാണ് ചരിത്രപരമായ ദൗത്യത്തിന് SDPI നേതൃത്വം നൽകിയത്. വെട്ടമുള്ളാർവീട് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി മോഹനൻ നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തിയാഘോഷം വേറിട്ടതാക്കി പ്രദേശവാസികൾ. ജാതിമത ഭേദമന്യേ പ്രദേശത്തെ നിരവധി ആളുകളാണ് മോഹനൻ നമ്പൂതിരിക്ക് ആശംസകൾ അറിയിക്കാൻ ക്ഷേത്ര പരിസരത്തെത്തിയത്. അഭിമാനം ഈ നേട്ടം. തിരൂരിലെ അഗ്നിശമന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VP ഗിരീഷിന് മുഖ്യമന്ത്രിയുടെ 2024 അഗ്നിശമന സേനാ മെഡലിന് അർഹനായി. പൊന്നാനി, പാല, തലശ്ശേരി, ചേർത്തല നിലയങ്ങളിലും ഗിരീശൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.